കളക്ടർ സ്പീക്ക് എത്തിയില്ലേ? സർ. ആ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാ? അല്ല, ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട്. ആ ചാക്കുണ്ണി ഗ്രൂപ്പുകാരാണല്ലേ? ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടെ ഉണ്ടല്ലേ? ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി. നിങ്ങൾ ആരാ? ഐ എം സലീം. വാ, ക്വാക്ക സലീം. അതെ, തന്നെ. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ മടിശീല എന്ത് ചീലയാണെന്ന് വിശദീകരിക്കണമെന്നില്ല, അത് അദ്ദേഹത്തിന് അറിയാം. അതിരിക്കട്ടെ. ഇനിയാ നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗം? അല്ല, മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ചു നാളത്തേക്ക് അദ്ദേഹം വായ തുറക്കുന്നില്ല എന്ന് പത്രത്തിൽ വായിച്ചു. മൗനവ്രതമാ? വാ തുറക്കുമ്പോ അതും പത്രത്തിൽ വരും. ഉവ്വല്ലോ. നിന്റെയൊക്കെ നേതാവിന്റെ വായ അടഞ്ഞ വാർത്ത, വാ തുറന്ന വാർത്ത, പെണ്ണ് കെട്ടിയ വാർത്ത, കുട്ടി ഉണ്ടായ വാർത്ത, മാമോദിസ മുക്കിയ വാർത്ത, പച്ചക്കറി മാത്രം തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, മുട്ടയും മട്ടന് തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, അജീർണം പിടിച്ച് 4 നേരം വൈറ്റ് ചെയ്ത് പോയാൽ അതും 6 വാർത്തയാവുമല്ലോ. പിടിച്ച് തള്ളുന്നോ? ഇവിടെ ഇൻസ്പെക്ടർ നോക്ക്. ഹലോ ഹലോ ഹലോ. അതല്ല, എന്താ? CM എത്തി. ഓ, CM എത്തി. ഇന്ന് നേരത്തെ എത്തിയോ? കല്ലിടിയിലൊന്നും ഇല്ലായിരിക്കും. നമസ്കാരമുണ്ടേ. വേണ്ട, ഞാൻ തുറക്കാം. ഇറങ്ങിയാട്ടെ. മക്കളെ, സലീം നേരത്തേക്ക് എത്തിയോ? എന്നാട്ടെ. മോൻ ഇന്ന് വല്ലാത്ത ഭാരം ചേച്ചി. ഇന്ന് എന്താ കഴിച്ചത്? ഇത്തിരി കോംപ്ലക്സ്. അയ്യോ. താൻ മാക്കായാണോ? മാക്ക മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണോന്ന്? അല്ല സർ. പിന്നെന്താ മുഖ്യമന്ത്രി പാസ് ചെയ്തപ്പോ കൊളമ്പ് ദിനം വന്ന പശുവിനെ പോലെ ഒരു തളന്തം ചവിട്ട് ഇങ്ങനെയാണോ സല്യൂട്ട് ചെയ്യുന്നത്? സോറി സർ. എടോ, സർക്കാരിൽ നിന്ന് തനിക്കൊക്കെ വർഷാവർഷം പുത്തൻ ബൂട്ട്സ് മേടിച്ചിരുന്നില്ലേ? എന്നാലൊന്ന് ആഞ്ഞു ചവിട്ടിക്ക്. ഈ ഗസ്റ്റ് ഹൗസ് കിടക്കണം സാർ. അത് ചവിട്ടണോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല കുഞ്ഞുങ്ങളെ. അല്ല സർ, എന്തെങ്കിലും പറയാതെ. ഓ, എന്റെ വായിൽ എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് വേണം അത് വളച്ചൊടിക്കാൻ അല്ലേ? തെന്മല കമ്മിറ്റിയുടെ ഭാവി എന്താ? തെന്മലയും തേങ്ങാക്കൊലയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന്റെ മുമ്പിലത്തെ തവണ വന്നപ്പോഴും താൻ ഈ ചോദ്യത്തിന് എന്നോട് ചോദിച്ചത്. വേറെ ഉണ്ടല്ലോ ഒരു വകുപ്പിന് 2 വെച്ച 100 കമ്മിറ്റികള്. ഉന്നതാധികാര കമ്മിറ്റി, വിദ്യുത് ശക്തി തെളിവെടുപ്പ് കമ്മിറ്റി, സ്പിരിറ്റ് കമ്മിറ്റി, അതേക്കുറിച്ചൊക്കെ എഴുതുന്നില്ലേ? അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ നിൽക്കുക കളക്ടർ SP. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ടൊന്ന് ഒഴിഞ്ഞു തരണം പ്ലീസ്. കൊച്ചുമോനെയും കൂട്ടി 2 ദിവസം ഭജനമിരിക്കാമെന്ന് വെച്ച് ഗുരുവായൂർ ചെന്നപ്പോ അവിടെയും സൗകര്യം തരില്ല കുറെ പത്രക്കാര്. നിങ്ങൾ ഇരിക്കൂ. എങ്ങനെയുണ്ട് ജില്ലാ ഭരണം? എനി പ്രോബ്ലംസ് മിസ് സുജാചറിയാൻ? നോ സർ. പ്ലാന്റർ ചെറിയാച്ചൻ എന്ത് പറയുന്നു? അപ്പനിപ്പോ ബാംഗ്ലൂരിലാ, ഇച്ചായന്റെ കൂടെ. ഫോൺ ചെയ്യുമ്പോ എന്റെ അന്വേഷണം അറിയിക്കണം. എന്താണോ, ഏതോ ചേരിക്കാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ വളഞ്ഞത് പത്രത്തിൽ വായിച്ചല്ലോ. ഇഷ്യൂ തീർന്നോ? കണ്ടെയ്ൻ ചെയ്തു സർ. ആകാശത്തേക്ക് വെടിവെക്കാത്തത് കൊണ്ട് ആളപായൊന്നും ഉണ്ടായില്ലല്ലേ? നിങ്ങൾ രണ്ടാളും അവസരത്തിനൊത്ത് ഉയർന്നത് കൊണ്ട് വയലൻസ് ഒഴിവായി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എനിവേ, ഗുഡ് വർക്ക്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. ചേരിക്കാരുടെ കാര്യത്തിൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു. നിങ്ങളെ 2 ഫ്രഷ് ചാൻസിനെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാ. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എടുത്തു ചാടി എനിക്ക് പേരുദോഷം വരുത്തുന്നു ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ അത് ആവശ്യത്തിലധികം ഉണ്ട്. യു മേ ഗോ. താങ്ക് യു സർ. നമസ്കാരം. 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 ഇരിക്കണം. എന്താണ് മൂർസംഗം? എന്താ ഉദ്ദേശം? കളിയൊക്കെയാണോ? അല്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ എന്റെ ശൈലി ഒന്ന് മാറ്റി നോക്കിയതാണേ. ഞങ്ങളോടുള്ള സമീപനത്തിന്റെ ശൈലി മാറണമെന്നാ പറഞ്ഞത്. കൊള്ളാം. അതായത് ഞാൻ ദേ ഇവിടെ 3 സിംഹാസനമിട്ട് നിന്നെയൊക്കെ ഇരുത്തണമെന്ന് അല്ലേ? അങ്ങയുടെ ഈ രീതിയിലുള്ള സംസാരമാ പ്രശ്നം. എടോ ഇംതിയാസേ, എന്റെ സംസാരമല്ല, വായും തെറിക്കുന്ന തുപ്പല് വരെ ഗംഗാജലമാണെന്ന് പറഞ്ഞ് നക്കി നടന്നവനല്ലേ നീയൊക്കെ? ഇടത്തിയാനെ, വലത്തിയാനെ, വീരിയാനെ. ഇനി ഞാൻ ഇവിടെ നിന്നോ, ഞാൻ ഇപ്പൊ വരാം. മുഖ്യമന്ത്രിയെ പോലെ തന്നെ പേരക്കിടാവും, ഓരോരുത്തരെ ഒതുക്കി നിർത്താൻ. ഹായ് അങ്കിൾ, എത്ര നാളായി കണ്ടിട്ട്? വേണ്ട മക്കളെ, താഴെ ഇറങ്ങ്. നിന്റെ അച്ഛനെ ഇവന്മാര് 3 പേരും കൂടെ പൊക്കി തലേ കയറ്റി വെച്ചിട്ട് ടപ്പോ ഒന്ന് താഴെ കിട്ട് കളഞ്ഞു. ഒരു ഇടിവിട്ട് കൊണ്ടപോലായിപ്പോയി. എടോ,
അവനെ താഴെ ഇറക്കി നിർത്തണു. ഇനി ഒരു ഇടിവെട്ട് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല. വയസ്സായി പോയി. അങ്കിൾ ഇതിലും ഭേദം പിച്ച എടുക്കാൻ പോയാൽ മതിയായിരുന്നു. താനൊക്കെ കോക്കസ് കോക്കസ് എന്നും പറഞ്ഞ് നാടതികളെ പറഞ്ഞു നടന്നിട്ട് എന്റെ കൊച്ചിനിപ്പോ പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റാത്ത ഗതികേടില്ല. കൂടെ പഠിക്കുന്ന പിള്ളേര് കാക്കക്കൂട്ടം പോലെ കോക്കസ് കോക്കസ് എന്നും പറഞ്ഞാ വിളിക്കുന്നത്. ദേ മതി, ലാലിച്ചതൊക്കെ മതി. മക്കളെ, നീ അകത്ത് പോ. മക്കളെ, അങ്കിളന്മാർക്ക് ടാറ്റാ പറ. ഇനി ചിലപ്പോ ഇവരെ കാണാൻ കിട്ടിയെന്ന് വരില്ല, നാട് വിടും. ഇനി നമുക്ക് ആന കളിക്കാം. വേണ്ട, ഇനി നമുക്ക് ഗ്രൂപ്പ് കളിക്കാം. ഞാൻ എ ഗ്രൂപ്പ്, മോൻ ബി ഗ്രൂപ്പ്. ചതിയന്മാര്. നേതാവേ, ഇന്നത്തെ ഈ സ്ഥാനവും വിലയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ. അത് മറന്ന് സംസാരിക്കരുത്. എടോ ബാഹുലയാ, അപ്പൻ അമ്മയെ താലി കെട്ടിയപ്പോ പുറകിൽ നിന്ന് മാലയുടെ കൊളുത്തിട്ട് കൊടുത്ത് ഞങ്ങളാണെന്ന് ചില മക്കൾ അവകാശപ്പെടാറുണ്ട്. സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നതും അത് തന്നെയാ. സ്വന്തം രക്തത്തിൽ പിറന്നതും കൂട്ടി 4 ആൺമക്കളുണ്ടെന്ന് അഭിമാനിച്ചിട്ടുണ്ട് ഞാൻ. എന്റെ പുക കണ്ടിട്ട് മതിയായിരുന്നല്ലോ ഈ ചതിയെല്ലാം. ഒരു ആദർശത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് എടുത്തത്. എന്ത് ആദർശം? പെമ്പർന്നവർക്ക് പിൻവാതിൽ കൂടി ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തതോ? അതോ കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പൊറപ്പിച്ചതോ? അതോ ഞാനറിയാതെ ഡൽഹിയിൽ പോയി രഹസ്യകാമുക്ക് അസംബ്ലി സീറ്റ് വാങ്ങിച്ചു കൊടുത്തതോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ തരം ആദർശവും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ പാവം ജനം വലഞ്ഞു പോവും, കഷ്ടപ്പെട്ടു പോവും. ഇത് വവ്വാൽ, ഇത് മീൻ, മാൻ. മാൻ. ആ, എന്താ ഇത് വിരല്. ഇങ്ങോട്ട് പറയുന്നേ. ഒരാഴ്ചയായി കാണാനില്ലല്ലോ. കല്ലിടലും ശിലാസ്ഥാപനവും ഒക്കെ കഴിഞ്ഞോ? അകത്തോട്ട് കയറി ചെല്ലേ, ജോലിച്ചിരിക്കുവാ. തീക്കനല്ലോ. അല്ല, മുഖ്യൻ. ആ മക്കളെ, സൂക്ഷിച്ചോ, ഒരൊറ്റ MLA യുടെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾ ഈ കസേമയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. നാളെ വിദേശ ചികിത്സ കഴിഞ്ഞ് വരുന്ന മന്ത്രി മറികണ്ഠ മാധവൻ ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ അയാളെ വെച്ച് കളിക്കും. കളിപ്പിച്ച് കളിപ്പിച്ച് കുളിപ്പിച്ച് കിടത്താതിരുന്നാ മതി. ഇറങ്ങി പോടോ. വാ ബാഹുലേ. കേറി വാടോ. തന്നോടല്ല പറഞ്ഞത്. താനിത് ഇവിടുന്ന് വരിക? കാസർഗോട്ടുന്ന്. ആ, കാസർഗോഡ് കന്യാകുമാരിയായിട്ട് തെക്ക് വടക്ക് നടന്നോ? എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അത് ഞാൻ താനൊരു മണ്ടന എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെവിക്കൊണ്ടില്ല. ഇങ്ങനെ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ടനായി പോയല്ലോടൂ. അതല്ല ഞാൻ. വേണ്ട, ഇനി വകുപ്പിന്റെ പേരുദോഷം മാറ്റിയിട്ട് എന്നെ വന്ന് കണ്ടാ മതി. അദ്ദേഹത്തെ തെറിയും പറഞ്ഞ് പത്രപ്രസ്താവനയും നടന്നിരുന്ന നിങ്ങളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കാലിൽ കൊണ്ടിട്ട് സമസ്ത അപരാധം പറയിച്ചിട്ടാ നിങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം ഞാൻ മേടിച്ചു തന്നത്. എന്നിട്ട് എന്നെ കൂടി നാറ്റിച്ച് കളഞ്ഞല്ലോ ഒരുമാതിരി റേഷൻ ഇരി പോലെ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഈ പരാതി? താൻ ഒന്നും ചെയ്യുന്നില്ലെന്നാ പരാതി. ഞാൻ ആന്ധ്രായിൽ അരി ഇറക്കിയില്ലേ? ഇറക്കിയതൊക്കെ അങ്ങ് കയറ്റുകയും ചെയ്തില്ലേ. ഒരു 4 ദിവസം പട്ടിണി കിടന്ന് ശരീരം ഒന്ന് ക്ഷീണിപ്പിക്കും, ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും. എടോ, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണോന്നാ? ഞാനല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില മിന്നൽ പരിപാടികൾ ആവിഷ്കരിക്കണം. ഒറ്റയ്ക്ക് കിടന്ന് താൻ എന്തെങ്കിലും ചെയ്ത് കുളമാക്കരുത്. ഇനി മേലാൽ ജീരകവും വറ്റൽമുളകും മേടിക്കരുത് എന്നോട് ചോദിക്കാതെ. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ ഭക്ഷ്യമന്ത്രിയുടെ പൂഴിക്കടകൻ. പത്രങ്ങളിൽ പടം വരുന്നു. ഭക്ഷ്യവകുപ്പിന്റെ പ്രതിച്ഛായ നന്നാകുന്നു. ഓക്കെ.